ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്വിതമേഷേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം ശത്രു സൈന്യത്തെ നേരിടാൻ മതിയാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഭീമരക്ഷിതമായ അവരുടെ സൈന്യം നമ്മെ നേരിടാൻ മതിയാകും എന്നും തോന്നുന്നു. പൊതുവെ വ്യാഖ്യാതാക്കൾ തികച്ചും വിരുദ്ധമായ അർത്ഥം കൽപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ 10ാമത്തെ ശ്ലോകം. വളരെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സ്വാമി പ്രഭുപാദർ മേൽപ്പറഞ്ഞതിന്റെ വിപരീതമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇതിനെക്കുറിച്ച് പിന്നീട് വിവരിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശ്ലോകം ദുര്യോധനന്റെ സ്ഥൂല ബുദ്ധിയെ ദ്യോതിപ്പിക്കുന്നു എന്നാണ്. കാരണം ദുര്യോധന പക്ഷത്തിന്റെ സേനാധിപതി ഭീഷ്മരും പാണ്ഡവപക്ഷത്തിന്റെ സേനാധിപതി ദൃഷ്ടദ്യുമ്നനും ആണെന്നിരിക്കെ ദുര്യോധനൻ ഭീമസേനെയാണ് കാണുന്നത്. ഭീമരക്ഷിതമായ പാണ്ഡവസേന എന്നാണ് പറയുന്നത്. ബാല്യകാലം മുതൽ തന്നെ ദുര്യോധന ഒരു ഭീമൻ എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. ഭീമനേക്കാൾ അനവധി മടങ്ങ് യുദ്ധകൗശലമുള്ളവരെയല്ല, മറിച്ച് ഭീമസേനന്റെ തടിയും മുടിയും ദുര്യോധനെ ഭയപ്പെടുത്തിയിരുന്നു. പാണ്ഡവ സേനാധിപനായ ദൃഷ്ടദ്യുമ്നൻ തങ്ങളുടെ എല്ലാം ഗുരുവായ ദ്രോണരെ വധിക്കുവാൻ ജനിച്ചവനാണ് എന്നറിവ് ഉണ്ടായിരുന്നിട്ടും ഭീമരക്ഷിതമെന്ന വാക്കിൽ ദുര്യോധനന്റെ സ്ഥൂലബുദ്ധിയാണ് എന്ന് കാണാം. ആസുര ബുദ്ധികൾക്ക് സൂക്ഷ്മതത്വം അഗ്രാഹ്യമാണെന്ന് കൂടി ഭഗവാൻ വ്യാസൻ വ്യക്തമാക്കുന്നുണ്ടോ? യുദ്ധത്തിനായി സഹായം അഭ്യർത്ഥിച്ചു ദ്വാരകയിൽ ചെന്നപ്പോഴും അർജുനൻ നാരായണ സേനയെ ദുര്യോധനെ നീക്കിവെച്ച ഭഗവാനെ ഭരിക്കുമ്പോഴും ദുര്യോധനന്റെ ഈ സ്ഥൂലബുദ്ധി നമ്മൾക്ക് കാണാം. മണ്ടൻ അർജുനൻ എന്ന ഭാവത്തോടെ അതോടൊപ്പം ഹർഷോല്ലാസത്തോടെയാണ് നാരായണ സേനയെ സ്വീകരിക്കുന്നത്. ഈ ശ്ലോകത്തിന് മറിച്ചൊരു വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിങ്ങനെയാണ്: ഭീഷ്മരക്ഷിതമായ നമ്മുടെ അളവറ്റ സൈന്യം വിജയം വരിക്കാൻ പോകുന്നതാണെന്നും ഭീമരക്ഷിതമായ അവരുടെ പരിമിതമായ സൈന്യം വിജയത്തിന് പോന്നതല്ല എന്നുമാണ് വ്യാഖ്യാനം. അപര്യാപ്തമെന്ന അതിൻ്റെ അളവറ്റ എന്നും പര്യാപ്തം എന്നതിന് പരിമിതം എന്നും അർത്ഥം നൽകിയാണ് ഈ വ്യാഖ്യാനം സാധിക്കുന്നത്. എന്നാൽ എത്ര കിട്ടിയാലും പോരാ എന്ന് സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുര്യോധനന്റെ ഹൃദയതാളങ്ങളോടെ ഇതൊരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മഹാഭാരതം മനുഷ്യ മനസ്സിന്റെ അഗാധ തലങ്ങളെയും അതിൻ്റെ പ്രയാണ വേഗത്തെയും പ്രതിപാദിക്കുന്ന കഥയാണ്. പ്രപഞ്ചമെന്ന ചുഴിയിൽപ്പെട്ടുഴലുന്ന മനുഷ്യ മനസ്സിനുള്ള മോചന ദ്രവ്യമാണ് ഭഗവത്ഗീത. സ്വർഗനരകങ്ങളെ വാഗ്ദാനം ചെയ്യുന്ന മതങ്ങൾ ധാരാളമുണ്ട്. ഇന്നലെയും എന്നോടൊരാൾ ആവശ്യപ്പെട്ടു, ഇസ്ലാം മതം സ്വീകരിക്കൂ, സ്വർഗം നൽകാമെന്ന്. അള്ളാഹുവിൽ വിശ്വസിക്കൂ, മരണശേഷം സ്വർഗം ലഭിക്കുമെന്ന്. ഞാനിപ്പോൾ തന്നെ സ്വർഗത്തിലാണല്ലോ എന്നായിരുന്നു എൻ്റെ മറുപടി. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ശ്ലോകം 10 പാർട്ട് 2. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം ശത്രു സൈന്യത്തെ നേരിടാൻ മതിയാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഭീമരക്ഷിതമായ അവരുടെ സൈന്യം നമ്മെ നേരിടാൻ മതിയാകും എന്നും തോന്നുന്നു. ഈ പാർട്ട് 2 ഈ ശ്ലോകത്തിന്റെ വ്യത്യസ്തമായ വ്യാഖ്യാനത്തിന് കാരണം അപര്യാപ്തം പര്യാപ്തം എന്നീ വാക്കുകൾക്ക് നൽകുന്ന അർത്ഥമാണെന്ന് കാണാം. ഇവിടെ 2 വാക്കുകൾക്കും ആപേക്ഷികമായ അർത്ഥമാണുള്ളത് എന്ന് കാണാം. ഈ വാക്കുകളിൽ ജയവിജയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എങ്ങനെയെന്നാൽ ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം വിജയം വരിക്കാൻ അപര്യാപ്തം ആണെന്ന് എന്നാണ് വിവക്ഷിക്കുന്നത്. അതുപോലെ ഭീമരക്ഷിതമായ അവരുടെ സൈന്യം വിജയം വരിക്കാൻ പര്യാപ്തമാണെന്നും 2ാമത്തെ വ്യാഖ്യാന പ്രകാരം അപര്യാപ്തത്തിനും അസംഖ്യം അഥവാ അപരിമിതം
അഥവാ എണ്ണമറ്റ എന്ന അർത്ഥം നൽകി സംഖ്യാബലത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയം വരിക്കാൻ പോരുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കും. ശേഷം പര്യാപ്തത്തിന് പരിമിതം, അതായത് സംഖ്യാബലം കുറവുള്ള എന്ന ആശയം നൽകി വിജയം വരിക്കാൻ ശേഷിയില്ലാത്തതാണ് എന്ന് വ്യാഖ്യാനിക്കും. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സ്വാമി പ്രഭുതയാണ് രണ്ടാമത്തെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരിൽ പ്രമുഖൻ. ചില വ്യാഖ്യാനങ്ങളിൽ രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തങ്ങളുടെ പക്ഷം ഏതെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വ്യാഖ്യാനത്തോടാണ് എനിക്ക് ആഭിമുഖ്യം എന്ന് പറയുന്നതോടൊപ്പം അതിൻ്റെ കാര്യകാരണങ്ങൾ കൂടി കുറിക്കുകയാണ്. മധ്യേ മഹാഭാരതം, ഞാൻ പറയുന്നത് ഗീത മധ്യേ മഹാഭാരതമാണ്. മഹാഭാരതത്തിന്റെ മധ്യത്തിലുള്ള ഒരു തത്വോപദേശമാണ്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതമെന്ന ഇതിഹാസ കാവ്യത്തിന്റെ മധ്യേയുള്ള ഒരു അധ്യായം മാത്രമാണ്. എന്നാൽ മഹാഭാരതത്തിനേക്കാൾ എത്രയോ മടങ്ങിയ ഖ്യാതിയും മൂല്യവും ഇതിനുണ്ട് എന്നതാണ് സത്യം. ഭഗവത്ഗീതയുടെ അവതരണത്തിന് വേണ്ടിയാണ് മഹാഭാരതം രചിച്ചത് എന്ന് പറഞ്ഞാൽ അത് അസ്ഥാനത്താകും എന്ന് പറയാൻ വയ്യ. മനുഷ്യ മനസ്സിന്റെയും പ്രപഞ്ച മനസ്സിന്റെയും ഗതിവിഗതികളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു കാവ്യമാണെന്ന് ആണ് മഹാഭാരതം. വ്യത്യസ്ത മനസ്സുകളുടെ സഞ്ചാരപഥവും അതിൻ്റെ എല്ലാം പരിണാമവും ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് മഹാഭാരതം. മഹാഭാരതം ഗീതയുടെ തത്വവാദനമാണ്. അതായത് തത്വവാദനത്തിൽ എവിടെയെങ്കിലും സന്ദേഹം തോന്നിയാൽ അതിനുള്ള പരിഹാരം മഹാഭാരത കഥാതന്തുവിൽ നിന്ന് തന്നെ കിട്ടും. ആയതിനാൽ ദുര്യോധനന്റെ ആശങ്കകളും വ്യാകുലതകളും കഥയിൽ നിന്ന് കണ്ടെത്തി സംശയ നിവാരണം നടത്താം. കപടമാർഗത്തിലൂടെ പാണ്ഡവരുടെ അമ്മാവനായ ശല്യരെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും സ്വന്തമാക്കുന്നതിലൂടെ ദുര്യോധന മനസ്സിന്റെ അരക്ഷിതാവസ്ഥാബോധം ആശങ്കകളും ഇവിടെ പകൽ പോലെ വ്യക്തമാകുന്നു. ശല്യർ തന്റെ സൈന്യത്തോടൊപ്പം പാണ്ഡവരോട് ചേരാൻ പോകുന്ന വഴിമധ്യയാണ് അദ്ദേഹത്തിനെ തന്ത്രത്തിൽ കുടുക്കുന്നത്. വാസ്തവത്തിൽ തന്റെ പരാജയത്തിന്റെ പടുകുഴി തോണ്ടുകയായിരുന്നു ദുര്യോധനന് ചെയ്തത്. ദ്വാരകയിലേക്ക് സഹായത്തിന് പോയ കാര്യം മുൻപ് വിവരിച്ചിട്ടുള്ളതാണല്ലോ. ജീവിതത്തിന്റെ ദാർശനിക സൂത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ ദാർശനിക സൂത്രത്തിന്റെ പ്രായോഗിക വ്യാഖ്യാനമാണ് മഹാഭാരത കഥ. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇസ്കോണിന്റെ ഗീത വ്യത്യസ്തമായിരിക്കുന്നത്? ഇസ്കോണിന്റെ ഗീത ഒരു ഭക്തിസൂത്രമാണെന്നതാണ് വാസ്തവം. ജ്ഞാനയോഗത്തെക്കാൾ ഭക്തിയോഗത്തിനാണ് ഇവിടെ പ്രാധാന്യം. എവിടം കൊണ്ടും തീരുന്നില്ല. കർമ്മയോഗനിഷ്ഠമായ ഭക്തിയോഗം വാസ്തവത്തിൽ കർമ്മയോഗം സാധാരണക്കാർക്ക് അസാധ്യമായ ഒന്നാണ്. ഒരു തത്വജ്ഞാനിക്ക് പോലും കർമ്മയോഗം ദുഷ്കരമായ ഒന്നാണ്. അസംഗനായി കർമ്മം ചെയ്യുക ദുഷ്കരമായ ഒന്നാണ്. എന്നാൽ സമുന്നതമായ ഒരു ആദർശ വസ്തുവിനെ മുന്നിൽ നിർത്തി സമർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക സുസാധ്യമാണ് താനും. ഇതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിഗത ദൈവത്തെ സകല ദിവ്യത്വത്തോടും കൂടി മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. കർമ്മയോഗത്തെ തികച്ചും പ്രായോഗികമാക്കുന്ന ഒന്നാണ് ഇസ്കോണിന്റെ ഭക്തിയുത സേവനം എന്ന കർമ്മയോഗം.